ദാരുണമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം തകർന്ന് പൈലറ്റ് മരിച്ചതായിട്ട് റിപ്പോർട്ട്. വ്യോമസേനയുടെ ജാഗ്വാർ യുദ്ധവിമാനമാണ് തകർന്നു വീണത്. രാജസ്ഥാനിലെ ചുരു ജില്ലയിലെ രതൻഗട്ടിലാണ് അപകടമുണ്ടായത്. കോ പൈലറ്റ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഇത്തരത്തിൽ യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത നേരത്തെ വന്നിരുന്നു. അതിൽ ഇപ്പോൾ പൈലറ്റ് മരിച്ചു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ കൂടുതലായി പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? സ്വാതി, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് രാജസ്ഥാനിലെ ചുരു ജില്ലയിലെ രത്തൻഗഡിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ജാഗ്വാർ യുദ്ധവിമാനം തകർന്നു വീഴുന്നത്. തകർന്നു വീണയുടൻ വിമാനം കത്തിപ്പടരുകയായിരുന്നു. കത്തിപ്പടർന്ന് പൂർണ്ണമായും വിമാനം കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. അവിടെ നിന്നും ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഒരു പൈലറ്റ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത കൂടി പറയാൻ കഴിയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു പൈലറ്റിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലയും അതീവ ഗുരുതരമാണ്. അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലീസ് സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്തായാലും ഇന്ത്യൻ വ്യോമസേനയുടെ ജാഗ്വാർ വിമാനം ഏതാണ്ട് ഇന്ത്യൻ വ്യോമസേനയുമായി ഏതാണ്ട് ഒരു 30 വർഷത്തോളം പഴക്കം ജാഗ്വാർ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമസേനയുമായി ബന്ധമുണ്ട്. ഫ്രഞ്ച് നിർമ്മിതവും അല്ലെങ്കിൽ ഇൻഡോ ഫ്രഞ്ച് നിർമ്മിത വ്യോമസേനയുടെ വിമാനങ്ങളാണ് ജാഗ്വാർ. ആ ജാഗ്വാർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. പരീക്ഷണ പറക്കലിടെയായിരുന്നു അപകടത്തിൽപ്പെട്ടതെന്നാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. അത് മാത്രമല്ല, ബിക്കാനീറിലോ ജോധ്പൂരിൽ നിന്നോ വ്യോമസേനയുടെ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട 2 വ്യോമസേനയുടെ കേന്ദ്രങ്ങളാണ് ബിക്കാനീറും ജോധ്പൂരും. ഈ 2 കേന്ദ്രങ്ങൾ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനമാണെന്നാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. വ്യോമസേന ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോഴും നൽകിയിട്ടില്ല. എന്നാൽ പോലും പരീക്ഷണത്തിനിടെ പറന്നുയർന്ന വിമാനമാണ് തകർന്നു വീഴുകയും പിന്നീട് കത്തിപ്പടരുകയും ചെയ്തത്. അതിലാണ് ഒരു പൈലറ്റ് കൊല്ലപ്പെടുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇതേ സമാനമായ രീതിയിൽ തൊട്ടടുത്ത് തന്നെ ഗുജറാത്തിൽ സമാനമായ രീതിയിൽ ജാഗ്വാർ വിമാനം അപകടത്തിൽപ്പെടുകയും ഒരു പൈലറ്റ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മാസങ്ങൾക്ക് പുറം ജൂലൈയിൽ സമാനമായ രീതിയിൽ തൊട്ടടുത്ത് ഏതാണ്ട് 2 സംസ്ഥാനങ്ങൾ ആണെങ്കിൽ പോലും ഗുജറാത്തിനോട് ചേർന്നാണ് ഈ പ്രദേശവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ പ്രദേശത്ത് അതിനോട് ചേർന്ന് തന്നെ അപകടത്തിൽപ്പെടുന്നതും ഒരു പൈലറ്റ് കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വലിയ അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം തകർന്ന് പൈലറ്റ് മരിച്ചതായ റിപ്പോർട്ട്. കോ പൈലറ്റിന്റെ ആരോഗ്യസ്ഥിതിയിലും ആശങ്കയുണ്ട്. ആ വിവരങ്ങളാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ നൽകിയത്.